താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഉൽപാദന മേഖലയ്ക്കും പാർപ്പിട മേഖലയ്ക്കും മുൻഗണന നൽകി കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 22.51 കോടി രൂപ വരവും 20.99 കോടി രൂപ ചിലവും 1.51 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് വിജി ബിജു അവതരിപ്പിച്ചത്. വിവിധതരം ഫണ്ടുകളുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ സുസ്ഥിരമായ വികസനത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും കാലാനുസൃതമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവയെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ഒപ്പം പുതിയ കാലോചിതമായ വികസന നയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് ഈ ബജറ്റിന്റെ നയം. താരതമ്യേന തനത് വരുമാനം വളരെ കുറവായ ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ അത് പരമാവധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിർണായകമായ ചില തീരുമാനങ്ങൾ ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി 100% ലൈസൻസ്, 100% കെട്ടിട നികുതി, പ്രൊഫഷണൽ ടാക്സ് എന്നിവ പിരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൃത്യതയോടെയും സമയബന്ധിതമായും പൂർത്തിയാകുന്നതോടെ ഈ കുറവ് ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. പെരിയാറിൻ്റെയും വിമാനത്താവളത്തിൻ്റെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ചെറു ടൂറിസം പദ്ധതികൾ ആരംഭിക്കാൻ നിലവിൽ ലഭ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വേഗതയോടെ നടപ്പാക്കുവാനും അതുവഴി തനത് വരുമാനം വർധനവ് സാധ്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ബജറ്റിലെ ആകെ പ്രതീക്ഷിത വരവ് മുൻ ബാക്കി ഉൾപ്പെടെ 22,51,891 രൂപയും ആകെ പ്രതീക്ഷിത ചെലവ് 20,91,61,830 രൂപയും നീക്കി ബാക്കി 1,51,46,361 രൂപയുമാണ്. ഉത്പാദന മേഖലയിൽ 1.50 കോടി രൂപയും പാർപ്പിട മേഖലയ്ക്ക് 2.5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണത്തിന് സ്ഥലം വാങ്ങുന്നതിനും MCFന് സ്ഥലം വാങ്ങുന്നതിനും യുവാക്കൾക്ക് കളിസ്ഥലം ഒരുക്കുന്നതിനുമുള്ള പദ്ധതികൾക്ക് ബജറ്റ് മുൻഗണന നൽകിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗം ജനങ്ങളുടെ സമഗ്ര പുരോഗതി കൈവരിക്കുന്നതിനായി ഉൽപാദന മേഖല, സേവന മേഖല, പശ്ചാത്തല മേഖലയിൽ കൂടി 53,17,000 രൂപ വകയിരുത്തുന്നു. പഞ്ചായത്തിന്റെ പൊതുസമൂഹത്തിന്റെ കലാകായിക പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനും യുവാക്കൾക്ക് കളിസ്ഥലം ഒരുക്കുന്നതിനുമായി ലൈബ്രറി പ്രവർത്തനങ്ങൾക്കുമായി 27 ലക്ഷം രൂപ ബജറ്റ് വകയിരുത്തുന്നു. ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനും നിർമ്മാണത്തിനുമായി പശ്ചാത്തല മേഖലയിൽ 3.33 കോടി രൂപയും വകയിരുത്തി. വനിതാ വിശ്രമ കേന്ദ്രം, വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം, വനിതാ ഫിറ്റ്നസ് കേന്ദ്രങ്ങൾ, അംഗനവാടിക്ക് സ്ഥലവും കെട്ടിടവും എന്നീ പദ്ധതികൾക്കായി 77 ലക്ഷം രൂപയോളം വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്ക് 52.36 ലക്ഷം രൂപയും മാലിന്യമുക്ത നവകേരള പദ്ധതികൾക്കായി 52.36 ലക്ഷം രൂപയും വകയിരുത്തി. ലൈബ്രറി പ്രവർത്തനങ്ങൾക്കായി 27 ലക്ഷം രൂപ വകയിരുത്തി. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും 18.36 ലക്ഷം രൂപ വകയിരുത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സമഗ്ര പുരോഗതി കൈവരിക്കുന്നതിനായി 53.17 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പോൾ അധ്യക്ഷത വഹിച്ചു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷത്തെ ബഡ്ജറ്റ് കൂടിയാണ്. അടുത്ത തവണ നമ്മളുടെ വികസന പ്രവർത്തനങ്ങളുടെ നയരൂപീകരണ രേഖയുമായിട്ടാണ് 5 വർഷക്കാലത്തേക്ക് നമ്മൾ മുന്നോട്ട് പോകുക. ആ 5 വർഷക്കാലത്തേക്ക് മുന്നോട്ട് പോകുന്നതിന് മുന്നോടിയായി ആ 5 വർഷക്കാലത്തെ നയരൂപീകരണം എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്ന ചില ഘട്ടങ്ങളിലൂടെയാണ് ഓരോ പദ്ധതി വിഭാവനം ചെയ്തും ഓരോ മേഖലയിലുള്ള വരവുകളെ കണ്ടും അതുപോലെ തന്നെ വിഭവ സ്രോതസ്സുകളെ പരമാവധി സമാഹരിച്ചും ചെയ്യാൻ കഴിയുന്ന, ഉദ്ദേശിക്കുന്ന, പ്രതീക്ഷിക്കുന്ന നികുതിയുടെയും മറ്റു വരുമാനങ്ങളുടെയും സ്രോതസ്സുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കരട് ബഡ്ജറ്റ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുക. നമ്മുടെ എല്ലാ മേഖലയിലേക്കുള്ള ബഡ്ജറ്റ് എല്ലാ മേഖലയിലേക്കുള്ള വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ യുവാക്കൾക്കായിട്ടുള്ള കളിസ്ഥലം ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിനെ സ്ഥലമാകുന്ന MCFിനുണ്ട്. അതുപോലെ തന്നെ വനിതകൾക്കുള്ള ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലേക്കും ഫണ്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം യുവാക്കളുടെ ഉന്നമനത്തിനായാലും എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന SC വിഭാഗത്തിൻ്റെ ആയാലും പൊതുവിഭാഗത്തിൻ്റെ ആയാലും എല്ലാവർക്കും വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറായി ഇനി നമുക്ക് നടപ്പാക്കുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാം. നല്ല ദീർഘവീക്ഷണമുള്ള ബജറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
സർവ്വമേഖലയും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ബജറ്റ് പ്രകാരമുള്ള പദ്ധതികളും എല്ലാം നടപ്പിലാക്കാൻ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചു.